തന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ചർച്ചാ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ നിന്നല്ല, പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുന്നില്ല. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് നമ്മളെ വിഷാദ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായും ടെക്നോളജിക്കലായിട്ടൊക്കെ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വെരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എങ്കിൽ പോലും ഒരു മനുഷ്യനെയോ മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ളൊരു അവസ്ഥയെയോ അവൻ്റെ വികാര വിചാരങ്ങളെയോ അവൻ്റെ ഇമോഷൻസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന പല ഘടകങ്ങളും ഇന്ന് ഇല്ലാണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള മേഖലയിൽ വളരെയധികം ത്വരിതഗതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും മനുഷ്യ മനസ്സിനെ കുറച്ചുകൂടി അറിഞ്ഞുകൊണ്ട് അവൻ്റെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കാതെ വരുന്നു. എല്ലാം ഒരു ടെക്നിക്കലി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഒക്കെ അടങ്ങുന്ന ഈ മനുഷ്യൻ അവൻ്റെ ഒരു സങ്കടത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ക്ലൗഡി നേച്ചറിലേക്കൊക്കെ ഇങ്ങനെ ഒതുങ്ങി വരുന്നുണ്ട്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ശരിയായ വിധത്തിലുള്ളൊരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ നമുക്ക് കിട്ടിയൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അമ്മ വരികയാണ്. അമ്മ വരുന്നത് മകൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയ്ക്ക് പിന്നീട് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അമ്മയുടെ മനസ്സിലും എൻ്റെ മകൻ എന്തിനാ മരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു കേസ് ഹിസ്റ്ററിയും അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററിയൊക്കെ എടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം, അവിടെ ആ മകനായിരുന്നു ആ ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ട് പോയിരുന്നതാണ്. അപ്പം അമ്മയ്ക്ക് ആശ്രയിക്കാൻ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ഒരു മകൻ ഇല്ലാതാകുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്കൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, അതായത് നിലനിൽപ്പിൻ്റെ ഒരു ക്രൈസിസ് വരികയാണ്. ഒരു നിലനിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് കരുതുമ്പോൾ അമ്മയുടെ മനസ്സിലേക്ക് കയറി വരുന്നത് മറ്റൊന്നും അല്ല, ആത്മഹത്യ. അതായത് എനിക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല. ആ ഒരു നമ്മൾ പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള, നമ്മളതിനെ ഒരു ഓട്ടോമാറ്റിക് നെഗറ്റീവ് കോഗ്നിഷൻ എന്ന് പറയും. അതായത് നമ്മൾ അറിഞ്ഞും അറിയാതെയും പോലും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെല്ലാം തന്നെ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ പറയും ഒരു ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലാത്ത അവസ്ഥ, ഹെൽപ്ലെസ്നെസ്, നിസ്സഹായമായ ഒരു അവസ്ഥ, വർത്ത്ലെസ്നെസ്, എനിക്ക് ഒരു വിലയില്ലാത്തൊരു അവസ്ഥ. അപ്പം എനിക്ക് വില കൊടുക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ജീവിക്കുന്നതിന് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിനൊരു മീനിങ് കൊടുക്കാനായിട്ട്, അർത്ഥം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് വിഷാദം. അതൊരു വിഷാദ രോഗത്തിലേക്ക് നയിക്കാം. ചിലപ്പോൾ ഒരു വിഷാദ രോഗം തന്നെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് നയിക്കാം. അപ്പം ടീച്ചർ പറഞ്ഞ പോലെ സങ്കീർണമായിട്ടുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ പുറമെ നിന്ന് നോക്കുമ്പോൾ വളരെ കൂളായിട്ടുള്ള ആളുകൾ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവൻ ഒളിച്ചോടുക, ഇതൊക്കെ കാണുന്നത്. ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ അതിനെ ഒരു ടെർമിനോളജി ഉണ്ട്, അതിന് സ്മൈലിംഗ് ഡിപ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നമുക്ക് ഒരിക്കലും പുറമേ നിന്ന് നോക്കുമ്പോൾ അവർക്കൊരു ന്യൂനതയുണ്ടെന്നോ, അവർ വിഷാദിച്ചിരിക്കുകയാണെന്നോ, അവർക്ക് സങ്കടമുണ്ടെന്നോ, അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മൾ അറിയുകയാണ് അയാൾ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കേസിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇറങ്ങി പോയി. അപ്പോൾ അത് പെട്ടെന്ന് നമ്മളിൽ ഉണ്ടാക്കുന്നൊരു ഷോക്ക് വളരെ വലുതാണ്. ഇപ്പം ഇതുപോലെ ഒരു കേസ് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു, മക്കളുണ്ട്, സാമ്പത്തികമായിട്ട് ക്രൈസിസ് ഒന്നും തന്നെ ഉള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് ഈ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് ഒരു കാര്യവും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല.
അപ്പോൾ പിന്നീടും നമ്മൾ അതിൻ്റെ ഫാമിലി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരിക്കലും ഒരു പരാതിയോ പരിഭവോ ആരോടും പറയില്ല. അപ്പോൾ കുടുംബത്തിലായാലും മറ്റുള്ള കുട്ടികൾക്കെല്ലാം നല്ല കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ഇവരൊരിക്കൽ പോലും എനിക്കും അത് വേണമെന്ന് ഡിമാൻഡ് ചെയ്യാറില്ല. അപ്പം പരിഭവങ്ങളില്ല, പരാതികളില്ല, അതിനെക്കുറിച്ച് യാതൊരു ബോധരേഷനും ഇല്ല. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇതെല്ലാം തങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം പലപ്പോഴും മനുഷ്യർക്കുണ്ടാകുന്ന ഒരു കാര്യം, ഞാൻ അനുഭവിക്കുന്ന അതേ വികാരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു വിചാരം വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് മോശമാണ് എന്നൊരു കൺസെപ്റ്റ്, എന്നൊരു ചിന്താരീതി രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഇങ്ങനെ മാസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു മുഖം മൂടി വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഒരു വിഷാദ രോഗത്തിലേക്ക് വരുമ്പോഴായാലും അല്ലെ ആത്മഹത്യയുടെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴായാലും ഇതിൻ്റെ അകത്ത് കുറച്ച് ന്യൂറോളജിക്കലായിട്ടുള്ള, അതായത് നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ തലച്ചോറിൽ നമുക്ക് സന്തോഷം നൽകുന്ന ചില കെമിക്കലുകളുണ്ട്. അത് ഡോപ്പമൈൻ, സെറട്ടോണിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കെമിക്കലുകളിൽ ഉണ്ടാകുന്ന കുറവ് നമുക്ക് പിന്നീട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് മീനിങ് ഇല്ലാതെയായിട്ട് തീരും. മീനിങ് ഇല്ലാതെയായിട്ട് തീരുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടില്ല സെൽഫ് ബ്ലെയിമിങ് എന്ന് പറയും. അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ. അതായത് മറ്റുള്ളവരാരും നമ്മളോട് അത് പോരായ്മയായി പോയി, അത് തെറ്റാണ്, കുറ്റമാണെന്ന് പറയുന്നില്ല. പക്ഷെ അവനവനിൽ തന്നെയുള്ള അമിതമായ കുറ്റബോധം. ഇപ്പൊ നമുക്കൊരു പശ്ചാത്താപം വേണം, പക്ഷെ അതൊരു കുറ്റബോധത്തിലേക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തു, ഓക്കെ, തീർച്ചയായിട്ടും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വേറൊരാൾക്കൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ മാപ്പ് ചോദിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിനെന്താണോ നമ്മൾ പ്രതിവിധി ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ അതിനെനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് അർഹതയില്ലാത്തൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു പതുക്കെ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത. അതായത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ, ഈ ഒരു ഷെയറിങ് മെന്റാലിറ്റി ഇപ്പോൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ പറഞ്ഞ പോലെ തന്നിലേക്ക് തന്നെ ഒതുങ്ങാതെ, തന്നെ കുറ്റപ്പെടുത്താതെ തൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഇവിടെ കുറയുന്നുണ്ട്. കുറയുക എന്ന് മാത്രമല്ല, അത് നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണോ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. ഇതിനെ കുറിച്ചിട്ട് ഇവിടെ ഇത് പറയുമ്പോഴാണ് നമുക്കൊരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒളിഞ്ഞിരിക്കുന്ന ചതികൾ എന്ന് പറഞ്ഞ ഞാനൊരു ആർട്ടിക്കിൾ വായിക്കാനിടയായി അടുത്തിടയ്ക്ക്. അതായത് നമ്മൾ ഓർക്കുന്നത് തന്നെ, നമ്മൾ മുഖം കാണാത്ത, നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത ഒരാളോട് നമുക്കെല്ലാം ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചൊരു ന്യൂജൻ ട്രെൻഡ് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മുഖമറിയാതെ, പേരറിയാതെ നമ്മൾ പരിചയത്തിലേക്ക് വരുന്നു, നമ്മുടെ സ്ട്രെസ്സുകൾ, കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ജെനുവിൻ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചതികളിൽ പെട്ട് വിഷാദ രോഗത്തിലേക്കും ആത്മഹത്യയിലേക്കൊക്കെ പോയ ഒത്തിരിയേറെ കേസുകൾ അറിയാനുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും അത് കുറച്ചുകൂടി നമ്മൾ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് ചതികളില്ലാത്ത എത്രമാത്രം കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചില കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ യങ് അഡൾട്ടിനെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും, ഈവൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലവുമായിട്ട് നമ്മുടെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ വൈഫിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്നു പറയാനോ നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയാനോ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, നിങ്ങൾക്ക് കാണുന്ന, നിങ്ങൾ അറിയുന്ന കൂട്ടുകാരുണ്ട്. പക്ഷെ എന്തിനാ നിങ്ങൾ അറിയാത്തൊരു ലോകത്തിലേക്ക് പോയി ഒരു പ്രശ്നത്തിലേക്ക് വന്ന് അതൊരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പായിട്ട് തീരുന്നു, അത് പിന്നീട് പ്രശ്നമാകുന്നു, സൊസൈറ്റി അറിയുന്ന ഒരു നാണക്കേടിലേക്കൊക്കെ വരുന്നു, പിന്നെ അത് ഡിവോഴ്സ് കേസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തിനാ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ, ഇപ്പം ഞാൻ അറിയുന്ന വ്യക്തികൾ ഇത് വിശ്വസിക്കണമെന്നില്ല, അല്ലെങ്കിൽ നാളെ ഞാൻ ഈ തെറ്റിൽ നിന്നെല്ലാം മാറി നടക്കുമ്പോഴും ഇവരിതെല്ലാം അറിയില്ലേ. അപ്പം അതുകൊണ്ട് മുഖമില്ലാത്ത, എനിക്ക് പരിചയമില്ലാത്ത ഒരാളോടാകുമ്പോൾ സേഫ് ആയിരിക്കുമെന്ന് ഞാൻ ഓർത്തു.
പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു സേഫ് സോൺ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്ന ഒരാളെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അല്ല ഞാൻ പറയുമ്പോഴത്തേക്കും എന്താണ്, ഇപ്പോൾ ടീച്ചറിനോട് ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ ടീച്ചറിൻ്റെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അല്ലെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു പരിധിവരെ ഞാൻ പറയുന്നത് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ടീച്ചർ അവിടെ എന്താണ് ഞാൻ ഈ പറയുമ്പോൾ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാകും. പക്ഷെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആൾക്കാർ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളെ തുറന്നു പറയാനായിട്ട്, അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനായിട്ടൊരു ഷെയറിങ്ങിനൊക്കെ കണ്ടെത്തുന്ന മാർഗങ്ങൾ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ്. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലാണ് സന്തോഷം കണ്ടെത്തിയിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ചിലപ്പോൾ ഒരു വ്യക്തിയിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ നമ്മുടെ ഒരു ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൻ്റെ സന്തോഷം കണ്ടെത്തുന്ന രീതി കാണുന്നുണ്ട്. അപ്പൊ അത് നഷ്ടപ്പെട്ടാൽ അവിടെ എല്ലാം തകർന്നു എന്നുള്ള രീതിയും. ഇതെങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക? കാരണം നമ്മൾ ഓർക്കേണ്ടത്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് ഭവിക്കുന്നുണ്ട് എന്ന് പറയുകയോ ചെയ്യുകയല്ല. പക്ഷേ സോഷ്യലി കുറച്ച് ആൾക്കാരെ ഒന്ന് പ്രൊവോക്ക് ചെയ്തും അല്ലെങ്കിൽ അവരെ ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നുമൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഇന്ന് സമൂഹം ചിലരെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സന്തോഷം കണ്ടെത്തുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞ് വെക്കുന്നത് വളരെ ചുരുങ്ങിയ കാര്യങ്ങളെ ആയിരിക്കും. അപ്പം ഈ അനുകരണശീലം അമിതമാകുന്ന ഒരു കൾച്ചറും സൊസൈറ്റിയുമാണ് നമുക്കുള്ളത്. അവരെന്ത് ചെയ്തപ്പോഴാണ് അവർക്കൊരു സന്തോഷം കിട്ടിയത്, സോ ഞാനും അതുപോലെ ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യത്തെ ഇങ്ങനെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളിലുള്ള നൈസർഗികമായിട്ടുള്ള ചില വാസനകളെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പറയുന്ന ഒരു മെയ്ഡ് ആക്ടിലേക്ക് നമ്മൾ വരികയാണ്. അതായത് അവരത് ചെയ്തപ്പോഴാണ് വിജയിച്ചത്, സോ അതുകൊണ്ട് ഞാനും അത് ചെയ്യാനായിട്ട് അനുകരണമാണ് വരുന്നത്, അല്ലാതെ അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഒറ്റപ്പെടുമോ, ഞാൻ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഭയമുണ്ട്. ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മുടെ കൾച്ചർ സൊസൈറ്റി എന്ന് പറയുന്നത് റിജക്റ്റ് ചെയ്യപ്പെട്ടു പോയാൽ പിന്നെ മുഖമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ ഒരു കുടുംബത്തിലൊരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ചുറ്റുപാടുമുള്ള ചിലരൊക്കെ അറിയും, അല്ലെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് പേര് അറിയും എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത് റീൽസ് ആക്കി ആഘോഷിക്കാനായിട്ട് ഒരു ട്രെൻഡുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡിലേക്ക് പെട്ടുപോകുമ്പോഴും ഈ ടീച്ചർ പറഞ്ഞ പോലെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പൊ പല വീഡിയോകൾ അല്ലെങ്കിൽ മൂവികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ സോഷ്യലി അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണിച്ചു വെക്കുന്ന കുടുംബ ചിത്രീകരണം എന്ന് പറയുന്നത് എല്ലാം വെൽ ടു ഡു ആണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു സ്റ്റൈലാണ് കാണിക്കുന്നത്. അപ്പം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സന്തോഷത്തിലേക്ക് എത്തുന്നത് എന്നൊരു കൺസെപ്റ്റ് കുട്ടികളിലും കുറഞ്ഞു, മുതിർന്നവരിലും കുറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ചെറിയൊരു കാര്യത്തിലും സന്തോഷം കണ്ടെത്തും. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. കുട്ടികളിൽ വിഷാദ രോഗങ്ങൾ കാണുന്നുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും കുട്ടികളിലുള്ള വിഷാദ രോഗം മുതിർന്നവരുമായിട്ടുള്ള ലക്ഷണങ്ങൾ വിഭിന്നമായിരിക്കും. ഇപ്പൊ മുതിർന്നവരെ നമ്മളിപ്പോൾ ഒരു സ്മൈലിംഗ് ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു, സാധാരണഗതിയിൽ ഒരു വിഷാദ രോഗം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ, അപ്പൊ അവർക്കൊരു സ്ഥായിയായ ഒരു സങ്കടഭാവം ഉണ്ടാകും, ഒരു കാര്യത്തിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, ഒരു കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഒരു ഊർജമില്ലായ്മ വരുന്നു, ബന്ധങ്ങളിലൊരു ഊഷ്മളത ഇല്ലാതെ വരുന്നു, അവർക്ക് തന്നെ ഈ ലോകവും ലോകത്തിന്റെ അവസ്ഥകളും ഒക്കെ മിഥ്യയാണ് എന്നൊരു ബോധത്തിലേക്ക് വരുന്നു,
വിശ്വാസം, ട്രസ്റ്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ അതെല്ലാം മൂലം കൂടുതലായിട്ടും ഒരു സോഷ്യൽ വിഡ്രോവൽ ഈ മുതിർന്നവർക്കുണ്ടാവും. പക്ഷേ അതുപോലെ ആയിരിക്കണമെന്നില്ല കുഞ്ഞുങ്ങളുടേത്. കുഞ്ഞുങ്ങൾക്കൊരു വിഷാദം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കേസുകളൊക്കെ നമ്മുടെ ഇടയ്ക്ക് വരുന്നത് അവർക്ക് ഈ ഒരു സമയത്തും ദേഷ്യം കൂടി, പിരിപിരിപ്പ് കൂടി, ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ല. പിന്നെ എന്ത് കാര്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാലും ഒരു അമിതമായ ഉത്കണ്ഠ ഉണ്ട്. അതുപോലെ കരഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ കുട്ടികളുടെ ഡയഗ്നോസിസ് വരുമ്പോൾ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേണിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു പാറ്റേൺ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനെ പെട്ടെന്ന് തന്നെ ഓക്കെ ഇതൊരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണെന്നോ, അല്ലെങ്കിൽ അവരുടെ ഒരു ലേണിംഗ് ഡിസോർഡർ ആണെന്നോ, അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ളതാണെന്നോ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് സാധാരണയായിട്ട് ഞാനിങ്ങനെ അമിതമായിട്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റി കാര്യങ്ങൾ, അല്ലെങ്കിൽ മുറി അടച്ച അകത്ത് തന്നെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഇറിറ്റബിലിറ്റി കാണിക്കുന്നു, അജിറ്റേഷൻ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയും ഫിസിയോളജിക്കലി ഒരു റൂൾ ഔട്ട് ആവശ്യമാണ്. കാരണം എനിക്കറിയാം ഒരിക്കൽ എൻ്റെ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു സിവിയർ ADHD എന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്തിരുന്ന ഒരു കുഞ്ഞ് പിന്നീട് ആ കുട്ടിക്ക് മറ്റു അസസ്മെന്റുകളും ടെസ്റ്റുകളും ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാകുന്നത് ബ്രെയിൻ ട്യൂമർ ആയിരുന്നെന്നാണ്. അപ്പോൾ ഒരു മിസ് ഡയഗ്നോസിസിലേക്ക് ഒരിക്കലും കുട്ടികൾ എത്താൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ പ്രൊഫഷണലി ചെയ്യുന്നത് ഫിസിയോളജിക്കലി റൂൾ ഔട്ട് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വ്യത്യാസങ്ങളോ ഹോർമോൺ വ്യതിയാനങ്ങളോ മറ്റു കാര്യങ്ങളിലൊക്കെ, അപ്പോൾ അങ്ങനെ ഒരു വ്യതിയാനം വന്നാലും ഡിപ്രഷനിലേക്ക് നയിക്കുന്നുണ്ട്. പറഞ്ഞപ്പോഴാണ് ഇത് നമ്മൾ വിഷാദ രോഗം അല്ലെ ഡിപ്രഷൻ എന്നൊക്കെ പൊതുവായി കേട്ടുവരുന്ന ഒരു ടേംസ് ആണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, നമുക്ക് നമ്മിൽ വരുന്ന ചില മാറ്റങ്ങൾ പോലും ഇതുകൊണ്ടായിരിക്കുമോ എന്ന് ഇപ്പൊ കുട്ടികളിലായാലും മാതാപിതാക്കൾ പറയുന്നത് ഇങ്ങനെ തെറ്റായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ കൂടുതൽ നമ്മൾ പറയുന്ന ഒരു ഗൂഗിൾ ഡോക്ടേഴ്സ് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് നമ്മൾക്കുള്ള ഇപ്പോൾ നമ്മുടെ ഈ പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസം പോലെ, കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം പോലെ തന്നെയൊക്കെയാണ് നമ്മുടെ ഇമോഷൻസിൽ, അതായത് നമ്മുടെ വികാരങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നല്ലൊരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയായിരിക്കാം, ചിലപ്പോൾ സന്തോഷിക്കാനുള്ള ഇപ്പോൾ ഒരു സെലിബ്രേഷൻ മൂഡിൽ ബാക്കി എല്ലാവരും ആയിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ഒരു നമ്മൾ പറയാം ഇപ്പോൾ വലിയ മൂഡൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഈ ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകും. ഓക്കെ, ഇതൊരു സ്വിങ് മോഡലാണ്. അതായത് ചില സമയത്ത് ഒരു സന്തോഷം വരുന്നു, അല്ലെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സങ്കടങ്ങൾ വരുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മുതിർന്നവർക്കാണെങ്കിലും കാരണങ്ങളില്ലാതെ സ്ഥായിയായിട്ട് ഒരു സങ്കടഭാവവും ആ സങ്കടഭാവത്തിൽ നിന്ന് അവരുടെ ഒരു മെയിൻ സ്ട്രീം ലൈഫിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു വിഷാദ രോഗമായിരിക്കും. മാറി മാറി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു സങ്കടം, ദുഃഖം. ഇപ്പോ നമ്മളൊരാളെ കാണണമെന്നോ ആഗ്രഹിച്ചോ ഒരിടത്ത് ചെല്ലുന്നു, അയാൾ അവിടെ ഇല്ല എന്ന് പറയുന്നു. സോ നമുക്കൊരു സങ്കടത്തോടു കൂടിയാണ് തിരിച്ചു പോരുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല വിഷാദ രോഗം പിടിച്ചു എന്ന്. ഈ വിഷാദ രോഗം പിടിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ കാറ്റടിച്ച ജലദോഷം വരുന്ന പോലെയൊന്നും അല്ല. അതിനൊരു അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് കാലഘട്ടത്തിൽ. കൂടുതൽ ഇപ്പോൾ സെൽഫ് ഡയഗ്നോസിസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഡിപ്രഷൻ, ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മൾ ഡിപ്രഷൻ അടിച്ചു കൊടുക്കുമ്പോൾ വരുന്ന കുറെ ലക്ഷണങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അത് വെച്ച് നമുക്ക് അങ്ങനെയാണ് എന്നോർത്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ഒരു കേസ് ഡീൽ ചെയ്തത് ഓർക്കുവാണ്. അതായത് ഡിപ്രഷന് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് സംശയം തനിക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ചിന്ത, എനിക്ക് ഡിപ്രഷൻ ആണല്ലോ, അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ കല്യാണം നടക്കും, ചിലപ്പോൾ ആ 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വലിയ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഡിപ്രഷൻ ആയി പോയാലോ, അപ്പോൾ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെയും കൊണ്ട് അയാൾ ജീവിക്കണ്ടേ, അപ്പൊ അയാളോടുള്ള സ്നേഹ നിമിത്തം പുള്ളിക്കാരത്തി ഓർത്തുന്ന ആത്മഹത്യ ചെയ്തേക്കാന്ന്. അപ്പൊ ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു വേ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളുടെ ജീവിതത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇല്ലാതായിരിക്കാം. അപ്പൊ ഇത് ആരോടും പറയുന്നില്ല ആള്. പക്ഷേ പുള്ളിക്കാരത്തി ഒരു ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്കറിയാം എങ്ങനെ സൂയിസൈഡ് ചെയ്യണമെന്ന് പോലും ഇപ്പം ടൈപ്പ് ചെയ്ത് ഗൂഗിളിലടിച്ച് നോക്കി ചോദിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ പുള്ളിയുടെ സെർച്ചിങ് ഹിസ്റ്ററി ഒരാൾ കണ്ടെത്തുകയാണ്.
കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, ഒരു നല്ലൊരു ഫ്രണ്ട്, നീ സെർച്ച് ചെയ്തേക്കുന്നത് ഇന്ന കാര്യങ്ങളാണല്ലോ, എന്താ അത് അങ്ങനെ? അപ്പോഴാണ് പറയുന്നത് 2 ആഴ്ച കഴിഞ്ഞ കല്യാണമല്ലേ, കല്യാണം കഴിച്ചു കഴിഞ്ഞ് അയാള് ഒരു വൈദ്യവ്യത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഇപ്പോഴേ അങ്ങ് മരിച്ചു പോകുന്നത്, അപ്പോൾ എന്നാ മരിച്ചു പോയേക്കാം എന്ന് ഓർക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇത്തരത്തിലൊക്കെയാണ് ചിലർക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ ആത്മഹത്യ എന്ന് പറയുന്നൊരു കാര്യം, ചിലർ പറയും എനിക്ക് മാനസികമായിട്ട് ഒരു മനോബലം ഇല്ലാത്തത് കൊണ്ടല്ലേ അവരൊക്കെ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഒരു ഇച്ചിരിയെങ്കിലും മനോബലം വേണ്ടതെന്ന് ചോദിക്കും. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മനോബലം ഇല്ലാത്തത് കൊണ്ടല്ല ആത്മഹത്യയിലേക്ക് പോകുന്നത്, മറിച്ച് അവർക്ക് ജീവിക്കാനുള്ള പോസിബിലിറ്റീസിനെ കാണാനുള്ള ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ തുറവി ഇല്ലാതായി പോകുന്നു. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു റിസോഴ്സ് എനിക്കുണ്ടെന്നോ, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് മറ്റുള്ളവരെന്നെ സഹായിക്കാൻ അരികത്തുണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലായ്മ വരുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു മനോബലത്തിന്റെ കുറവല്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മേജർ ഡിപ്രസീവ് ഫാക്ടറിൽ പലപ്പോഴും നമ്മൾ ആത്മഹത്യയെ കാണുന്നില്ല. കാരണം ആത്മഹത്യക്ക് ഒരു ജനറേറ്റിവിറ്റി ആൻഡ് ഒരു ആക്ഷൻ ഓറിയന്റേഷൻ വരുന്നുണ്ട്. അതായത് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവ് വേണം, അതുണ്ടെങ്കിലേ അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഒരു വിഷാദ രോഗം വന്നാൽ ഉടനെ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ല. ഇനി ആത്മഹത്യ എല്ലാവർക്കും ഈ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചേക്കുന്ന പോലെ ഒരു ഇമ്പൾസീവ് ആക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചിന്തിച്ചുറച്ചൊരു ആക്ട് ആയിരിക്കാം. നമുക്കിത് തുടക്കത്തിലേ കണ്ടെത്താൻ സാധിക്കുമോ? നമ്മൾക്ക് തന്നെ സ്വയം നമ്മളിങ്ങനെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ നേരത്തെ സാധിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതാണല്ലോ. അത് നമുക്ക് എങ്ങനെ സാധിക്കുക? തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടാവുന്ന ഒരു ജീവിതമാണ്. തോൽവി ഉണ്ടാവാം, വിജയമുണ്ടാകാം, അതുപോലെ തന്നെ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു ശൂന്യതാവസ്ഥയൊക്കെ ഉണ്ടാവാം. അപ്പം ഇതെല്ലാം ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം അത് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഈ വികാരങ്ങളെക്കാളും വിചാരങ്ങളെക്കാളും അപ്പുറമാണ് നമ്മുടെ ജീവന്റെ വില. നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, നമ്മളോട് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടാവുക. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജെനുവിനായിട്ടുള്ള ഒരാള് കേൾക്കാൻ നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തുറന്നു പറയാം. ഈ തുറന്നു പറച്ചിൽ ഒരിക്കലും പരാജയമല്ല. പലപ്പോഴും ഈ സ്മൈലിംഗ് ഡിപ്രഷനിലൊക്കെ നമ്മൾ കാണുന്നത് അതാണ്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് പോകുമോ? അപ്പൊ ഇമേജ് പോകുന്ന കാര്യമല്ല, നമ്മുടെ ഇമേജിനേക്കാൾ അപ്പുറമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവൻ എന്നോർക്കുക. അപ്പോൾ ഈ ഒരു ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മുടെ കൈവിട്ട് പോവില്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഡിപ്രഷൻ സൈക്കോളജിക്കൽ മാത്രമായിട്ടുള്ളൊരു ഫീച്ചർ അല്ല, ഇതിനകത്ത് കുറച്ച് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉയർച്ച താഴ്ചകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ ഒരു മെഡിക്കേഷൻ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതും നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തൈറോയിഡിന്റെ ഡിസ്ഫങ്ഷൻ, പല വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി, ചില ക്യാൻസറസ് ട്യൂമറുകളൊക്കെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മെഡിക്കലി കൂടി നമ്മൾ ആ ഒരു സമയത്ത് കൺസൾട്ട് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചേർത്ത് വെക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ, അതായത് ഒരു യാന്ത്രികമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. എല്ലാം ഒരു യാന്ത്രികമായ, ഇപ്പോൾ ഒരു മനുഷ്യരെന്നുള്ള ഒരു ജീവി, ഒരു ആള് ഇങ്ങനെ ഒരു വികാരങ്ങളുള്ള ഒരാളാണെന്ന് പോലും ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാങ്കേതികമായിട്ടുള്ള വിവര സാങ്കേതിക വിദ്യകളും ശാസ്ത്രവും എല്ലാം എത്രയേറെ പുരോഗമിച്ചാലും അതിനേക്കാൾ ഉപരിയാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു ജീവൻ. അപ്പൊ ആ ഒരു ജീവന് നമ്മൾ വില നൽകേണ്ടത് യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൂടെ ആയിരിക്കരുത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ
മനസ്സിലാക്കാനായിട്ട്, മനുഷ്യനെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു പുത്തൻ പ്രചോദനവും സംസ്കാരവും വളർന്ന് വരേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഒരു മാനസികാരോഗ്യത്തിനും മറ്റുള്ളവരുടെ മാനസികാരോഗ്യത്തിനും അത് അനുകൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനുഷ്യനെ മനസ്സിലാക്കാൻ, നമുക്ക് ജീവൻ നൽകിയിരിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടൊക്കെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ മാനസികമായിട്ട് സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ, ജീവിത സമ്മർദ്ദങ്ങളിലായിരിക്കുന്നവർ ഉണ്ട് എങ്കിൽ അവരെ ഒന്ന് കൈചേർത്ത് പിടിച്ച് നമ്മളോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് കോൺഫിഡൻഷ്യാലിറ്റി, വിശ്വാസ്യത നഷ്ടപ്പെടാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്റർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഏറെ സ്നേഹത്തോടെ നന്ദി.